എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസ് സിലബസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ് ടോപ്പിക്കുകൾ ഇൻ ഡെപ്തിൽ കവർ ചെയ്തുകൊണ്ടുള്ള ഷോർട്ട് വീഡിയോ ലെക്ചേഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. റെഗുലർ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. മൺഡേ ടു ഫ്രൈഡേ വൈകുന്നേരം 6:30 ഈ ഒരു വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത് ആർട്ടിക്കിൾ 15 എക്സെപ്ഷൻസ് ആണ്. എക്സെപ്ഷൻസ് ഇൻ ആർട്ടിക്കിൾ 15. സോ ആർട്ടിക്കിൾ 15 എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. സോ ഇന്നത്തെ ഈ ഷോർട്ട് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 15 കൊടുത്തിട്ടുള്ള എക്സെപ്ഷൻസ് ആണ്. അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റാത്ത സോഷ്യൽ ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആർട്ടിക്കിൾ 15 തന്നെ കൊടുത്തിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് ആർട്ടിക്കിൾ 15 എന്താണെന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. Article 15(1) prohibits discrimination based on grounds only of religion, race, caste, sex or place of birth or any of them. So ഈ പറയുന്ന ഗ്രൗണ്ട്സ് പ്രകാരമുള്ള ഡിസ്ക്രിമിനേഷൻ പ്രൊഹിബിറ്റ് ചെയ്യുകയാണ് ആർട്ടിക്കിൾ 15(1) പറയുന്നത്. ഇതിൽ കൊടുത്തിട്ടുള്ള ഗ്രൗണ്ട്സ് ഓർത്ത് വെക്കുക: റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ഇനിയിപ്പോൾ ആർട്ടിക്കിൾ 15(2) നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 15(2) പ്രകാരം no such discrimination allowed with regard to access to shops, public restaurants, hotels and places of public entertainment, or the use of wells, tanks, bathing huts, roads and places of public resort maintained wholly or partly out of state funds or dedicated to use of general public. ആർട്ടിക്കിൾ 15 ആദ്യത്തെ 2 ക്ലോസുകൾ പ്രകാരം ഏതൊക്കെ ടൈപ്പ് ഡിസ്ക്രിമിനേഷൻ ആണ് പ്രൊഹിബിറ്റ് ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഗ്രൗണ്ടുകളും കൊടുത്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 15 കൊടുത്തിട്ടുള്ള എക്സെപ്ഷൻസ് ആണ്. അതായത് സോഷ്യൽ ജസ്റ്റിസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അഫർമേറ്റീവ് ആക്ഷൻ അല്ലെങ്കിൽ റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് ഈ പറയുന്ന ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമായി വരുന്നില്ല. അങ്ങനെയുള്ള 4 എക്സെപ്ഷൻസ് അല്ലെങ്കിൽ 4 പ്രൊവിഷൻസ് ആണ് ആർട്ടിക്കിൾ 15 പറഞ്ഞിട്ടുള്ളത്. ആ 4 കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ എക്സെപ്ഷൻ പറയുന്നത് ആർട്ടിക്കിൾ 15(3) ആർട്ടിക്കിൾ 15(3) എനി സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ വുമൻ ആൻഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ വുമൻ ആൻഡ് ചിൽഡ്രനെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊണ്ടുവരുന്നത് ഈ പറയുന്ന ഡിസ്ക്രിമിനേഷന്റെ ഭാഗമല്ല എന്നാണ് ആർട്ടിക്കിൾ 15(3) പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് വുമൻസ് റിസർവേഷൻ ബില്ല്, സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് ഒക്കെ ഈ പറയുന്ന ആർട്ടിക്കിൾ 15(3) ഭാഗമായിട്ട് വരും. ഇപ്പോൾ അടുത്തത് ആർട്ടിക്കിൾ 15(4) നോക്കാം. ആർട്ടിക്കിൾ 15(4) പ്രകാരം എനി സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ ദി അഡ്വാൻസ്മെന്റ് ഓഫ് socially and educationally backward classes SABC, socially and educationally backward classes, or for scheduled caste and scheduled tribes. സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സുകളിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ട്രൈബ്സിലുള്ള ആളുകൾക്കോ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ പ്രൊവിഷൻസ് അത് ഈ പറയുന്ന ഡിസ്ക്രിമിനേഷന്റെ ഭാഗമായിട്ട് വരുന്നില്ല എന്നാണ് ആർട്ടിക്കിൾ 15(4) പറയുന്നത്. സോ അഫർമേറ്റീവ് ആക്ഷൻ, അതായത് റിസർവേഷൻ ഒക്കെ ഈ പറയുന്ന ആർട്ടിക്കിൾ 15(4) പ്രകാരമാണ് പ്രധാനമായും കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഈ ആർട്ടിക്കിൾ 15(4) ഫസ്റ്റ് അമെൻമെന്റ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് അമെൻമെന്റിന്റെ ഭാഗമായിട്ട് 1951 ആർട്ടിക്കിൾ 15(4) ഇൻസേർട്ട് ചെയ്തത്. ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് 1951 ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരമാണ് ആർട്ടിക്കിൾ 15(4) ഇൻസേർട്ട് ചെയ്തത്. ഇനിയിപ്പോൾ അടുത്ത സ്പെഷ്യൽ പ്രൊവിഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15(5) പറയുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ് ക്ലാസ്സസുള്ള ആളുകൾക്കും അതുപോലെ തന്നെ SC ST വിഭാഗത്തിലുള്ള ആളുകൾക്കും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അഡ്മിഷൻ ആയിട്ടുള്ള റിസർവേഷൻ കൊടുക്കുന്ന പ്രൊവിഷൻ ഈ പറയുന്ന ആർട്ടിക്കിൾ 15(5) പ്രകാരമാണ്. സോ ഇതിൽ പറയുന്ന അഡ്മിഷനിലുള്ള റിസർവേഷൻ ഗവൺമെന്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ബാധകമാണ്, പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ബാധകമാണ്. അത് എയ്ഡഡ് ആണെങ്കിലും അൺഎയ്ഡഡ് ആണെങ്കിലും ഇത് ആപ്ലിക്കബിൾ ആണ്. ആകെയുള്ള എക്സെപ്ഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 30 ക്ലോസ് 1 പറഞ്ഞിട്ടുള്ള മൈനോറിറ്റി റൺ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഈ പറയുന്ന ആർട്ടിക്കിൾ 15(5) പ്രകാരമുള്ള റിസർവേഷൻ ബാധകമല്ല. സോ ആർട്ടിക്കിൾ 15(5) പ്രകാരം അഡ്മിഷനിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള അഡ്മിഷനിൽ റിസർവേഷൻ മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അത് ആപ്ലിക്കബിൾ അല്ല, അത് കൊടുക്കാൻ അവർ ബാധ്യസ്ഥരല്ല. നോട്ട് ആപ്ലിക്കബിൾ ടു minority institutions
under Article 30 Clause 1. ഒരു എക്സ്ട്രാ ഫാക്ട് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പറയേണ്ടതുണ്ട്. ഈ പറയുന്ന ആർട്ടിക്കിൾ 15(5) കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നത് 93rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 93rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴിയാണ്. 93rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 15(5) ഇൻസേർട്ട് ചെയ്ത്. ഈ 93rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിൻ്റെ ഇയർ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അവസാനത്തെ എക്സെപ്ഷൻസ് അല്ല അവസാനത്തെ പ്രൊവിഷൻ നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 15(6). സോ ആർട്ടിക്കിൾ 15(6) പ്രകാരം any special provision for advancement of any economically weaker sections of citizens EWS other than the classes mentioned in clause 4 and 5. clause 4 and 5 പറഞ്ഞിട്ടുള്ള അല്ലാത്ത ബാക്കിയുള്ള സെക്ഷൻസിൽപ്പെട്ട എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിൻ്റെ അഡ്വാൻസ്മെൻറ്റിനായിട്ടുള്ള ഇനി പ്രൊവിഷൻസും ഈ പറയുന്ന എക്സെപ്ഷൻസിൻ്റെ ഭാഗമായിട്ട് വരും. 103ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴി 2019 എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് റിസർവേഷൻ കൊണ്ടുവരികയുണ്ടായി. ആ ഒരു ആക്ട് പ്രകാരം ഇൻസേർട്ട് ചെയ്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15(6). ഇതിനൊരു ഭാഗം കൂടെ ഉണ്ട്. എനി സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ EWS വിത്ത് റിഗാർഡ് ടു ദ അഡ്മിഷൻ ടു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത് 2 പ്രൊവിഷൻസും ഒറ്റ ആർട്ടിക്കിളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് അവർ അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ടുള്ള എനി സ്പെഷ്യൽ പ്രൊവിഷൻ, രണ്ടാമത്തെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള അഡ്മിഷനും ഈ പറയുന്ന റിസർവേഷൻ അവർക്ക് അർഹരാണ് ഈ ആർട്ടിക്കിൾ 15(6) പ്രകാരം. സോ ഇതിലൊരു എക്സ്ട്രാ ഫാക്ട് കൂടി ഞാൻ ഇവിടെ പറയാം. നവംബർ 7, 2022 സുപ്രീം കോടതിയുടെ 5 ജഡ്ജ് ബെഞ്ച് ഈ പറയുന്ന EWS പ്രൊവിഷൻസ് കൊണ്ടുവന്നിട്ടുള്ള 103rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി വാലിഡ് ആണ് പ്രഖ്യാപിക്കുകയുണ്ടായത്. ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഈ ജഡ്ജ്മെന്റിലൂടെ അപ്ഹെൽഡ് ചെയ്തു. ഈ ഒരു കേസിന്റെ പേരെന്ന് പറയുന്നത് ജൻഹിത് അഭിയാൻ വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ്. ജൻഹിത് അഭിയാൻ വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി സുപ്രീം കോടതി അപ്ഹെൽഡ് ചെയ്തത്. സോ കോമണേഴ്സ് IASന്റെ ഡിഗ്രി പ്രിലിംസ് മോക്ക് ടെസ്റ്റ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ള ഷെഡ്യൂൾ പ്രകാരമുള്ള 10 സബ്ജക്റ്റ് മോക്ക് ടെസ്റ്റുകളും അതിനുശേഷം 5 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളുമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷൻ PDF ആണ്. ഒരു പെർഫെക്റ്റ് റിവിഷൻ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ആ ഒരു സൊല്യൂഷൻ PDF നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം കോൺടാക്ട് നമ്പർ വഴി ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.